വീണ്ടും ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ. ഇറാനിലെ ഫോദോ ആണവ കേന്ദ്രത്തിലേക്കുള്ള പാതകൾ തകർത്തു. കൂടുതൽ വിവരങ്ങൾ ആയിഷത്തുൽ ഷംന നൽകും. ഷംന, ഇറാന്റെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രത്യാക്രമണമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും ഫോർദോ ആണവ കേന്ദ്രം ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്? ശ്രീജ, തീർച്ചയായും അക്രമം അതിരൂക്ഷമാകുന്നു, സംഘർഷം രൂക്ഷമാകുന്നു എന്നതാണ് സാഹചര്യം. കഴിഞ്ഞ ദിവസങ്ങളിലായി നമുക്കറിയാം ഇറാൻ ശക്തമായി തിരിച്ചടിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇറാന് കനത്ത പ്രഹരമുണ്ടാകുന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. അത് ഫർദോയിൽ മാത്രമല്ല, ഇറാനെ സംബന്ധിച്ച് സുപ്രധാനമായ പല കേന്ദ്രങ്ങളിലും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ എവിൻ ജയിലിലാണ്. അതായത് കുപ്രസിദ്ധമായ ഒരു ജയിൽ. നേരത്തെ തന്നെ നിരവധി വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വന്നിരുന്ന ഒരു ജയിലാണിത്. അതിൽ തന്നെ ഇസ്ലാമിക റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ട് നിരവധി ചാരവൃത്തി കേസുകളും ഒക്കെ ബന്ധപ്പെട്ട് വിദേശ പൗരന്മാരെ അടക്കം ഇവിടെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്, ഈ ജയിലിൽ ബന്ദികളാക്കിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. മാത്രവുമല്ല, മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്ന ഒരു ജയിലാണ് ഇത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ ജയിലിലടക്കം ഇന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിനു പുറമെ ഇറാന്റെ തന്നെ 6 വിമാനങ്ങൾ ഇന്ന് തകർത്തിട്ടുണ്ട് എന്നതാണ് പുതിയ റിപ്പോർട്ട്. അത് മാത്രമല്ല, റൺവേകൾ, ഭൂഗർഭ അറകൾ, അതായത് ഭൂഗർഭ ഹങ്കറുകൾ, ഇന്ധനം നിറക്കുന്ന വിമാനങ്ങൾ, അതിനൊക്കെ നേരെ ഇന്ന് ശക്തമായ തിരിച്ചടി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്ധനം നിറക്കുന്ന വിമാനങ്ങൾ, അതിൽ പിന്നീട് F-14, F-5, AH-1 വിമാനങ്ങൾ എന്നിവ നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ശക്തമായി തിരിച്ചടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എന്നതാണ് നിലവിലെ സാഹചര്യം. ഇനി നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ അടിയും തിരിച്ചടിയും ഒക്കെ തുടരുന്നതായിരുന്നു സാഹചര്യം. ഇനി ഇസ്രായേൽ ഇത്രമേൽ പ്രഹരത്തിൽ ഇറാനെ അടിക്കുമ്പോൾ ഇനി ഒരു തിരിച്ചടി അത് ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. കാരണം നമുക്കറിയാം, ഇറാന്റെ ഇതുവരെയുള്ള ഒരു നിലപാട് അങ്ങനെ മുട്ടുകുത്തുന്ന ഒരു നിലപാടായിരുന്നില്ല. ശക്തമായി തന്നെ തിരിച്ചടി നൽകിയിരുന്നു. അത് ഇനിയും ഉണ്ടാകും, ഏത് നിമിഷവും തിരിച്ചടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രവുമല്ല, ഇന്ന് നമുക്കറിയാം ഇറാന്റെ ചാനലിന് നേരെ നേരത്തെ തന്നെ ആക്രമണം ഉണ്ടായിരുന്നു. വാർത്താ സംരക്ഷണ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടെയും ഇന്ന് ആക്രമണം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഫർദോയിലടക്കം ഇറാന്റെ സുപ്രസിദ്ധമായ പല മേഖലയിലടക്കം ശക്തമായി ഇസ്രായേൽ തിരിച്ചടിച്ചിരിക്കുന്നു എന്നതാണ് സാഹചര്യം. ശ്രീജ, ശരി, ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ആക്രമണങ്ങളിൽ തകർന്ന മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രം ഇറാന്റെ ഡിജിറ്റൽ കൗണ്ട് ഡൗൺ ക്ലോക്ക്. അതായത് 2015 ഖമനയുടെ നിർദ്ദേശപ്രകാരം സ്ഥാപിച്ചതാണ് ഈ ഡിജിറ്റൽ കൗണ്ട് ഡൗൺ ക്ലോക്ക്. അതായത് 25 വർഷത്തിനുള്ളിൽ ഇസ്രായേലിനെ ഇല്ലാതാക്കുമെന്ന് കാണിക്കാൻ, ലോകത്തിന് മുന്നിൽ കാണിക്കാൻ, അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി സ്ഥാപിച്ചതാണ് ഈ പാലസ്തീൻ സ്ക്വയറിലെ ക്ലോക്ക്. 2017 ഈ ക്ലോക്ക് സ്ഥാപിച്ചിരുന്നത്. ആ ക്ലോക്ക് അടക്കം ഇന്നത്തെ ആക്രമണത്തിൽ ഇസ്രായേൽ തകർത്തിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കൃത്യമായ കേന്ദ്രീകരിച്ച് വീണ്ടും ഫോർദോ ആണവ കേന്ദ്രത്തിലേക്കുള്ള പാതകൾ ആക്രമിച്ച് നശിപ്പിക്കുമ്പോൾ ഇസ്രായേലിന് മുന്നിലുള്ളത് ആണവ പദ്ധതി നിർവീര്യമാക്കുക എന്ന പൂർണ്ണമായ ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയാണ് വീണ്ടും ഫോർദോ കേന്ദ്രീകരിച്ച്. കഴിഞ്ഞ ദിവസം ഫോർദോ കേന്ദ്രീകരിച്ച ആക്രമണം ഉണ്ടായിരുന്നു. ഇന്ന് വീണ്ടും അത്തരത്തിലൊരു ആക്രമണം കൂടി അങ്ങോട്ടേക്കുള്ള പാതകൾ നശിപ്പിക്കുന്ന, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ പാതയിലേക്കുള്ള ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ്.